ഏറ്റവും അധികം നമുക്കറിയാം വളരെ ഒരു മോശമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. മഹാനാവുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ പറഞ്ഞതുപോലെ ഒയിൻ്റെ ബഅദക്കും സമാനൻ, നിങ്ങൾക്ക് ശേഷം ഈ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ കസീറുൻ ഖുതബാഉഹു, അന്ന് പ്രസംഗകർ വളരെ അധികം ഉണ്ടാവുന്ന, ഖലീലുൻ ഉലമാഉഹു, ആലിമീങ്ങൾ കുറയുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥ ആലിമീങ്ങൾ അവർ കുറയുകയും പ്രസംഗകർ അധികരിക്കുകയും ചെയ്യുന്നതായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഉണ്ടാവുന്നത്. എന്നിട്ട് ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും? ഈ വിവരമില്ലാത്ത പ്രസംഗകർ അവരാണ് ദീനിൽ ഫത്വ നൽകേണ്ടവർ എന്ന് പൊതുജനം തെറ്റിദ്ധരിക്കും. അങ്ങനെ പൊതുജനം തെറ്റിദ്ധരിക്കുമ്പോൾ ഈ വിവരമില്ലാത്തതായ ഖുതബാഇനോടായിരിക്കും, പ്രസംഗകരോടായിരിക്കും ജനങ്ങൾ ഫത്വ ചോദിച്ചുകൊണ്ട് ചെല്ലാറ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ളതായ ദീനിൻ്റെ ആ ശരിയായ അഹ്കാമുകളാവില്ല അവർ നൽകപ്പെടുന്നതായ ഫത്വകൾ. കാരണം അവർക്ക് ഇൽമു കുറഞ്ഞവരായി. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ വരാൻ പോണ ഈ കാലഘട്ടത്തിനെ പറ്റി അവർ നമുക്ക് മനസ്സിലാക്കി തന്നു. ഇങ്ങനൊരു കാലഘട്ടം വരും. മറ്റ് ചില ഹദീസുകളും ഇതിന് ഉപോത്ഫലകമായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ജഹ്ല് അധികരിച്ചതായ ഒരു കാലഘട്ടം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്തിൻ്റെ അലാമത്തായി കൊണ്ട് റസൂലുള്ളാഹ് പറഞ്ഞതായ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലുണ്ടാവണ ഈ കാലഘട്ടത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പ് തന്നെ അതിനെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട്. കാരണം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുന്ന സർവ്വ പരിഷ്കരണങ്ങളും ഇവിടുത്തെ പരിവർത്തനങ്ങളും സർവ്വ തത്തവുറാത്തുകൾ ഇതിനെ സംബന്ധിച്ചൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൂർണ്ണമായ അറിവുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവുന്ന ഈ സർവ്വ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ വ്യക്തമായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു കാലഘട്ടം വരും. അന്ന് ഉലമാ ശർറു മൻ തഹ്ത ദീമിസ് സമാ എന്ന് പറഞ്ഞു. ഇവിടെ ഭൂലോകത്തുള്ള ആളുകളിൽ നിന്ന് ഏറ്റവും മോശക്കാരായിരിക്കും പണ്ഡിതന്മാർ. ഈ കാലഘട്ടത്തിലേക്ക് പല അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇൽമു കുറഞ്ഞു പോകും, ജഹ്ല് അധികരിക്കും, തമ്മാടിത്തരങ്ങൾ അധികരിക്കും, വയക്സുറുൽ മാൽ, സമ്പത്ത് അധികരിക്കും. എത്രത്തോളം സക്കാത്തുമായിട്ടോ സദഖയുമായിട്ടോ ചെല്ലപ്പെടുമ്പോൾ അത് ഇന്നലെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ സ്വീകരിക്കുമായിരുന്നു, ഇന്ന് എനിക്ക് ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ അന്നേക്ക് ആ അടയാളങ്ങളൊക്കെ ആ അടയാളങ്ങളൊക്കെ ഇവിടെ കാണപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പോൾ പണ്ഡിതന്മാരാകുന്നതായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ പാണ്ഡിത്യത്തിന് യഥാർത്ഥ പണ്ഡിതൻ, ആ പണ്ഡിതന് ഉണ്ടാവേണ്ടതായ ഗുണങ്ങൾ അത് പൂർണ്ണമായും കൊണ്ടിട്ടും അതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ഒരു വിശുദ്ധമായ ജീവിതത്തിന് ആവണം നമ്മളൊക്കെ മുതിരേണ്ടത്. നമ്മളെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ജനങ്ങളത് വീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളത് വീക്ഷിക്കാമെന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി വീക്ഷിക്കണം? പല നിലക്കുമായിരിക്കും. ചില ആളുകൾ അത് വീക്ഷിക്കണത് അവർക്ക് പിൻപറ്റപ്പെടാൻ വേണ്ടിയായിരിക്കും. ചില ആളുകൾ അത് വീക്ഷിക്കണത് ആക്ഷേപിക്കപ്പെടുന്ന വല്ലതും നമ്മളിലുണ്ടോ നോക്കി, പഴുതു നോക്കി നമ്മളെ വിമർശിക്കാനായിരിക്കും. അപ്പോൾ ആലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം അത് ആക്ഷേപങ്ങൾക്ക് വിധേയമാവാത്ത നിലക്ക് ആ പ്രവർത്തനങ്ങൾ വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ റൂട്ടിൽ കൂടി മാത്രം സഞ്ചരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാവണം നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അഅ്മാലിൻ മുഖയ്യദത്തിൻ ബി ശരീഅത്തില്ല എന്ന് മഹാന്മാർ മനസ്സിലാക്കി തന്നതുപോലെ ശരീഅത്തിൻ്റെ ആ റൂട്ടിൽ നിന്നും ഒരണുമണിത്തൂക്കം വ്യതിചരിക്കാതെ ശരീഅത്തിൻ്റെ ആ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ടാവണം നമ്മളെ ഓരോ പ്രവർത്തനവും. നമ്മളെ വേഷവിധാനത്തിൽ അതുണ്ടാവണം, നമ്മളെ സമീപനത്തിൽ അതുണ്ടാവണം, നമ്മളുടെ ഓരോ ഹർക്കാത്ത് സക്കനാത്തിലും അതുണ്ടാവണം. കാരണം നമ്മളെ പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾ അത് അംഗീകരിച്ചു,
ജനങ്ങൾ അതിനെ പിൻപറ്റാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ജിജ്ഞാസുള്ളതായ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ജനങ്ങൾ അധികം ഇൽമു പഠിച്ചവരാവൂല. അവർ ആലിമീങ്ങൾക്കുള്ളതായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനം നോക്കി അതവരെ ജീവിതത്തിൽ പകർത്തുന്നവരാണ് ആളുകൾ. അതോടൊപ്പം നമ്മളെ വിമർശിക്കാൻ വേണ്ടി നമ്മളെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പം നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രസ്ഥാനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്. നിങ്ങളെ വീക്ഷിക്കാനും നിങ്ങളെ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ അത് നോക്കി പകർത്താനും നിങ്ങൾക്കുള്ള സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താനൊക്കെ നിങ്ങളെ പിന്നാലെ ആത്മാർത്ഥതയോടുകൂടി സഞ്ചരിക്കുന്നതായ ഒരു വ്യൂഹം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. അതോടൊപ്പം വിമർശിക്കപ്പെടുന്നവരുണ്ടാവും. ആ വിമർശിക്കപ്പെടുന്നവർ വിമർശിച്ചാൽ ആ വിമർശനം നമുക്ക് മാത്രമല്ല, അത് നമ്മളെ ദീനിനെ തന്നെ അത് എന്താവും, വളരെ മോശമായ നിലക്ക്, നഷ്ടമായ നിലക്ക് അത് ബാധിക്കും. കാരണം ഇതാണോ പണ്ഡിതെന്ന് ജനങ്ങൾ ചോദിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ ആക്ഷേപിക്കപ്പെടുന്നതായ ഒരവസ്ഥ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അപ്പോൾ സദർ മുഅല്ലിമീങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒരു വലിയൊരു ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തുകൊണ്ട്, ഏറ്റവും വലിയതായ ഒരു മസ്ഊലിയത്ത്, ഒരു ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെന്ന് മനസ്സിലാക്കി. ആ ഉത്തരവാദിത്വത്തിൻ്റെ ആ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് കൊണ്ട് നിങ്ങൾ ഉയരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയതായ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളതായ സർവ്വ അമ്പിയാക്കന്മാരെ പരിശോധിച്ച് നോക്കിയാലും ആ അമ്പിയാക്കന്മാർക്കൊക്കെ ഉള്ള ഉത്തരവാദിത്തത്തിനേക്കാൾ എല്ലാവരും ദഅവത്ത് എല്ലാവർക്കുണ്ടെങ്കിലും മറ്റുള്ള അമ്പിയാക്കന്മാരുടെ ദഅവത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. നബിൻ്റെ ഈ ദഅവത്ത് അത് ഖിയാമത്ത് നാൾ വരെ, ഈ വിശുദ്ധമായ ദീൻ ഏത് കാലഘട്ടം വരെ ഇവിടെ നിലനിൽക്കോ അതുവരെ ഈ ദഅവത്തിൻ്റെ ആ പ്രസക്തി അത് നിലനിൽക്കണം. അന്നിൽക്കുള്ളതായ ഒരു ദഅവത്താവണം നബിയെ തങ്ങൾ ദഅവത്ത് ചെയ്യേണ്ടത് എന്നാണ്. മറ്റുള്ള അമ്പിയാക്കന്മാർ അവരെ ദഅവത്ത് ഒന്നിരിക്കൽ അവരെ കാലം കൊണ്ട് അത് അവസാനിച്ചു, അല്ലെങ്കിൽ അവരെ കാലത്തിൻ്റെ ശേഷം മറ്റൊരു നബി വരലോട് കൂടി അത് അവസാനിച്ചു, അല്ലെങ്കിൽ മറ്റൊരു റസൂൽ വരലോട് കൂടി അത് അവസാനിച്ചു. അങ്ങനെയാണ് മുൻഗാമികളാവുന്ന സർവ്വ അമ്പിയാക്കന്മാരും ഈ വിശുദ്ധമായ ദീനിനെ തന്നെയാണ്, ഇസ്ലാം ദീനിനെ തന്നെയാണ് ഇവിടെ അവരൊക്കെ പ്രബോധനം ചെയ്തത്. പക്ഷേ അവരെ പ്രബോധനത്തിനൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രബോധനത്തിനുണ്ടായിരുന്ന ഈ പ്രത്യേകത അവർക്കൊന്നുമില്ലായിരുന്നു. എന്താ? മറ്റുള്ള അമ്പിയാക്കന്മാരുടെ ദഅവത്ത് ഒന്നിരിക്കൽ ഒരു പരിമിതമായ ഒരു കാലയളവ് കൊണ്ട് അത് അവസാനിക്കും, ഒന്നിരിക്കൽ അവരുടെ വഫാത്തോടു കൂടി അത് അവസാനിക്കും. അതല്ലെങ്കിൽ അവരെ വഫാത്തിന് ശേഷം മറ്റൊരു നബി വരുന്നത് വരെ ഉണ്ടാവുള്ളൂ, അതോടുകൂടി അത് അവസാനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും ആ വിശുദ്ധമായ ദീനിനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ആ ദീനിൻ്റെ ആ പൂർത്തീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. അതാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി എന്ന് പറഞ്ഞാൽ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അവരിവിടെ ദഅവത്ത് ചെയ്തതായ ആ ദീനിൻ്റെ പൂർത്തീകരണം നബിയെ തങ്ങൾ അത് എന്താണ്, ഇന്നോടുകൂടി അത് പൂർത്തീകരിച്ചു കൊടുക്കണേ. ആ ദീനിനെ മനസ്സിലാക്കേണ്ടതായ ഖിയാമത്ത് നാൾ വരെ മനസ്സിലാക്കാൻ ആവശ്യമാവുന്നതായ സർവ്വസംഗതികളും നബിയെ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതായ ഈ വിശുദ്ധമാവുന്നതായ ഖുർആനിലും ആ ഖുർആൻ്റെ വ്യാഖ്യാനമായും കൊണ്ട് നബിയെ തങ്ങൾ പറഞ്ഞതായ നബിയുടെ അല്ലെങ്കിൽ ചര്യകളാവുന്നതായ നബിയുടെ അംഗീകാരങ്ങളാവുന്ന ഈ വിശുദ്ധമായ സുന്നത്തിലുമുണ്ട്. അതുകൊണ്ട് ഈ ദീനിനെ നബിയെ തങ്ങൾ ദഅവത്ത് ചെയ്യുമ്പോൾ മറ്റുള്ളതായ അമ്പിയാക്കന്മാരെ ദഅവത്ത് പോലെയല്ല. അത് ഈ ദീൻ നിലനിൽക്കേണ്ടതായ കാലം, നബിക്ക് ശേഷം മറ്റൊരു നബി വന്നുകൊണ്ടിട്ട് ഈ ദീൻ ഇവിടെ അവസാനിക്കില്ല. ഈ ദഅവത്തിൻ്റെ സ്വഭാവം അത് നിലനിൽക്കേണ്ടതായ ഒരു കാലമുണ്ട്. ആ കാലം വരെ ഈ ദീൻ ഇവിടെ നിലനിൽക്കണം. അത് നിലനിൽക്കാൻ ആവശ്യമാവുന്നതായ നല്ലൊരു അടിത്തറയോടുകൂടി അവിടെ നബിയെ തങ്ങൾ എന്താവേണ്ടത്, ഈ വിശുദ്ധ ദീനിനെ ദഅവത്ത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മറ്റുള്ള അമ്പിയാക്കന്മാർക്കില്ലാത്ത ചില പ്രത്യേകതകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകി. മറ്റുള്ള അമ്പിയാക്കന്മാരെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു സാധാരണ മനുഷ്യനല്ല. പക്ഷേ മറ്റുള്ളതായ അമ്പിയാക്കന്മാർക്കില്ലാത്ത പല പ്രത്യേകതകളും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഹളറത്തിലേക്കുള്ള ആ ക്ഷണം മറ്റുള്ള അമ്പിയാക്കന്മാർക്ക് ഉണ്ടായില്ല. അല്ലാഹുവിൻ്റെ ഈ ഭരണ വ്യവസ്ഥയെ സംബന്ധിച്ച് അത് വിശാലമായ നിലക്ക് അതിനെ കാണിച്ചു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള അമ്പിയാക്കന്മാർക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകളെ കൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശക്തിപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്?
മറ്റുള്ള അമ്പിയാക്കന്മാരുടെ ആ ദഅവത്ത് പോലെയല്ല. ഇത് നിലനിൽക്കേണ്ടതായ പ്രത്യേക ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം വരെ ഇത് നിലനിൽക്കണം. അതിനാവശ്യമാവുന്നതായ ഒരു അടിത്തറ സ്ഥാപിച്ചുകൊണ്ടാവണം നബിയെ തങ്ങൾ ഈ ദഅവത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടത്, ഈ ദഅവത്ത് നബിയെ തങ്ങൾ ചെയ്യേണ്ടത്. അന്നേൽക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിശുദ്ധമായ ദീനിനെ ദഅവത്ത് ചെയ്തത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി. അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തവരാണ്. അവരിൽ ഉള്ളതായ ആ ഹുദവൊക്കെ നബിയെ തങ്ങളിൽ വേണം. അത് മാത്രം പോരാ, നബിയെ തങ്ങൾക്ക് പ്രത്യേകമായി തന്നതായ ചില പ്രത്യേകതകൾ കൂടി നബിയെ തങ്ങൾക്കുണ്ട്. അതിനെ അനുസരിച്ചു കൊണ്ടിട്ടാവണം നബിയെ തങ്ങൾ ദഅവത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ദഅവത്തിന് അടിസ്ഥാനമായി ഉണ്ടാവേണ്ട ആ ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അത് പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. ആ പൂർണ്ണമായി ഉണ്ടായതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആ ദഅവത്തിൻ്റെ ആ ശക്തി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിൻ്റെ ശേഷവും മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരൊന്നും ഇവിടെ വന്നിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിലുള്ളതായ ഈ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ മുഖേന ആ ദീനിനെ ഇവിടെ നിലനിർത്താൻ ആവശ്യമാവുന്നതായ ദഅവത്ത് അത് പല നിലക്കും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദഅവത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മദ്രസയിൽ കൂടി നമ്മൾ ചെയ്യണത്. നമ്മളെ പിഞ്ചു കുട്ടികൾക്ക് വിശുദ്ധമാവുന്ന ദീനിനെ മനസ്സിലാക്കി കൊടുത്ത് ആ ദീനിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്ത് ആ കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാവേണ്ടതായ സൽഗുണങ്ങൾ, ആ ഗുണങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കുട്ടികളെ ആ നിലക്ക് വിശുദ്ധമായ ദീനിൻ്റെ ഈ തരീഖിൽ കൂടി ആ കുട്ടികളെ വളർത്തിയെടുക്കണം. ആ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞതായ ഏറ്റവും വലിയതായ ഒരു ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് മുഅല്ലിമീങ്ങളും സദറന്മാരുമാവുന്ന നിങ്ങളുടെയൊക്കെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ ഈ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം എന്ത് വേണം? അത് നിങ്ങളെ കണ്ട് അത് അനുസരിക്കണ നിലക്ക് ആ നന്മകൾ കുട്ടികളിൽ എന്താവണം? അത് വളരണം. ആ നന്മകൾ നിങ്ങളിൽ നിന്നിട്ട് അതിനെ പകർന്നെടുത്ത് ആ നന്മകൾ കുട്ടികളിൽ വളരണം. അതിന് നമ്മളാദ്യം ആരാവണം? ആ നന്മകൾ പൂർണ്ണമായും കഴിയണത്ര ആ നന്മകൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് മഹാനാവുന്ന ഷെയ്ഖുൽ മശായിഖ് ഖുത്ബുൽ അഖ്താബ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ ഉപദേശിച്ചതായ ഒരു ഉപദേശത്തിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ടവർ ജനങ്ങളെ ഒരു 3-4 വകുപ്പുകളായി തിരിച്ചു. അതിന്നൊരു വിഭാഗത്തിനെ പറ്റി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, റജുലുൻ ലാ ലിസാന വലാ ഖൽബ്. ഒരു കൂട്ടം ആളുകൾ അവർക്ക് നാവുമില്ല, അവർക്ക് ഹൃദയമില്ല. എന്ന് പറഞ്ഞാൽ അവരെ നാവ് കൊണ്ട് വേണ്ട മാതിരിയുള്ള പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിക്കണില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ആലോചിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നതായ ഒരു ഹൃദയമില്ല. വഹുവൽ ആമിയുൽ ഗബിയ്യു, അവൻ തനിച്ച പൊട്ടനാണ് എന്നാണ്. ലാ യഅബുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് യാതൊരു വലിയും അല്ലാഹു കൽപ്പിക്കൂല. ലാ ഖൈറ ഫീഹി, അവനിൽ യാതൊരു നിലക്കുള്ളതായ ഗുണവുമില്ല. വഹുവ വ അംസാലുഹു ലാ വസ്ന ലഹും, ഇവനും ഇവനെ പോലത്തവർക്കും അള്ളാഹുവിൻ്റെ അടുത്ത് യാതൊരു നിലക്കുള്ള നിലവാരം ഉണ്ടാവില്ല. ഇതാണ് ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ റജുലുൻ ലഹു ലിസാനുൻ ബിലാ ഖൽബ്, ഒരു കൂട്ടർ അവർക്ക് വലിയ നാവുണ്ടാവും, വലിയ വാചാലത ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ കസീരിൻ ഖുതബാഉഹു എന്ന് പറഞ്ഞല്ലോ, വലിയ പ്രസംഗകരായിരിക്കും. പക്ഷേ ബിലാ ഖൽബിൻ, അവൻ്റെ ഹൃദയം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവൻ ഈ പറയണതും അവൻ ഈ ക്ലാസ് എടുക്കുന്നതും അവൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിനൊക്കെ നേരെ വിപരീതമായിട്ടായിരിക്കും. അവൻ്റെ പ്രവർത്തനങ്ങൾ യുഖാലിഫു അലാനിയത്തുഹും സജീറത്തുഹും എന്ന് പറഞ്ഞല്ലോ. അവരെ ബാഹ്യമായ പ്രകടനങ്ങൾ അവർക്കുള്ളതായ ആ ശരീരത്ത് അവരുടെ രഹസ്യാവസ്ഥകൾ നോക്കിയാൽ അത് രണ്ടും ഏതുണ്ട് വ്യത്യാസം. ആ വിഭാഗത്തിൽപ്പെട്ടതായ ഒരു വിഭാഗം ഉലമാ ഇവിടെ ഉണ്ടാവും. ഫയന്തിഖു ബിൽ ഹിക്മ, അപ്പോൾ അവൻ ഘോരമായും കൊണ്ട് അവൻ പ്രസംഗിക്കും. വിശുദ്ധമാവുന്നതായ തിരുസുന്നത്തിനെ സംബന്ധിച്ചും വിശുദ്ധമാവുന്ന അല്ലാഹുവിൻ്റെ ഈ ആയാത്തുകൾ ഇതുകൊണ്ടിട്ടൊക്കെ അവൻ പ്രസംഗിക്കും. പ്രസംഗം ജോറായിരിക്കും. പക്ഷേ വലാ യഅമലു ബിഹാ, ഈ ഹിക്മത്ത് കൊണ്ട് അവൻ പറയണമെന്നല്ലാതെ ആ ഹിക്മത്ത് അനുസരിച്ചുള്ളതായ അമൽ അവനിൽ നിന്ന് കാണപ്പെടുന്നതല്ല. യദുഉന്നാസ ഇലല്ലാഹ്, ജനങ്ങളെ മുഴുവൻ അവൻ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരിക്കും. അവൻ നരകത്തിനെ പറ്റി പറയും, അവൻ സ്വർഗത്തിനെ പറ്റി പറയും, അവൻ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കും. ഇതൊക്കെ വല്ലാത്ത കൽപ്പനയായിരിക്കും. വഹുവ യഫിറു മിൻഹു, എന്നാൽ ഇവൻ ഈ പണി ഒന്നും ഉണ്ടാവില്ല, ഇതിന് വിപരീതമായിരിക്കും. അവൻ ജനങ്ങളെ ഉന്നതീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, ജനങ്ങളോട് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, ജനങ്ങളോട് നോമ്പ് വിൽക്കാൻ പറയുന്നുണ്ടാവും, ജനങ്ങളെ നല്ലതിലേക്കൊക്കെ കൽപ്പിക്കാൻ വലിയ പ്രസംഗമായിരിക്കും.
പക്ഷേ വഹുവ യഫിറു മിൻഹു, ഇവനിൽ ഈ അവസ്ഥയൊന്നും അവനിൽ കാണുന്നതല്ല. അവൻ എന്ത് ചെയ്യുന്നറിയോ? യസ്തഖ്ബിഹു ഐബ ഗൈരിഹി, വേറുള്ളവർക്കുള്ളതായ പോരായ്മകൾ നോക്കി അതിനെ ജനങ്ങളുടെ ഇടയിൽ പരസ്യപ്പെടുത്തിക്കൊണ്ട് അവരെ പരിഹസിക്കാനും അവരെ മോശമാക്കാനും വേണ്ടി അവൻ എന്താവും? ശ്രമിക്കും. വയദൂമു ഹുവ അലാ മിസ്ലിഹി ഫീ നഫ്സി, അവൻ എന്തായിരിക്കും? മറ്റുള്ളവരിൽ ഉണ്ടാവുന്നതായ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ഇവനിൽ ആ തെറ്റുകളൊക്കെ ഉണ്ടാവും. ആ തെറ്റിൻ്റെ മേൽ തന്നെ അവൻ നിന്നുപോരുകയും ചെയ്യും. യുളിഹിറു ലിന്നാസി തനസ്സുക്കൻ, ജനങ്ങളെ മുന്നിൽ വന്നാൽ അവൻ വലിയ ഇബാദത്തുകാരനായിരിക്കും. അവൻ്റെ കയ്യിൽ ചിലപ്പോൾ തസ്ബീഹിമാലുണ്ടാവും, അല്ലെങ്കിൽ ജനങ്ങളെ മുന്നിൽ നിന്ന് തസ്ബീഹ് ചെയ്യുന്നതായിട്ട് അവൻ അഭിനയിക്കും. ജനങ്ങളെ മുന്നിൽ നിന്ന് വലിയ നിക്കാരക്കാരനായിരിക്കും. ഇതൊന്നൊക്കെ യുളിഹിറു ലിന്നാസി തനസ്സുക്കൻ, ആ നിലക്ക് ജീവിക്കണതായ ഒരു കൂട്ടം ആലിമീങ്ങൾ. അവനെ സംബന്ധിച്ച് മഹാനാവുന്ന ഷെയ്ഖുൽ മശായിഖ് പറഞ്ഞതെന്താ? ഇദാ ഖലാക അന്നഹു ദീബുൻ അലൈഹി സിയാബ്, അവൻ ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവൻ ഒരു ചെന്നായിയെ പോലെയാണ്. അവൻ്റെ സ്വഭാവം ഈ പറഞ്ഞതിന് മുഴുവൻ എതിരായി കൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ശരീഅത്തിനെ പൂർണ്ണമായും കൊണ്ടും അവജ്ഞയോടുകൂടി തള്ളിക്കൊണ്ട് ജീവിക്കണതായ ഒരു ജീവിത സ്വഭാവമായിരിക്കും അവനിക്കുണ്ടാവുന്നത്. ഇങ്ങനത്തെ ഒരു കൂട്ടം ആളുകളുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ. വേറൊരു കൂട്ടം ആളുകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി, റജുലുൻ ലഹു ഖൽബുൻ ബിലാ ലിസാൻ, അവന് ആ ഘോരം പ്രസംഗിക്കാനൊന്നും വരില്ല, അവൻ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കും. വഹുവ മുഅ്മിനുൻ, അവൻ യഥാർത്ഥ മുഅ്മിനായിരിക്കും. സതറഹുല്ലാഹു അസ്സ വജല്ല അൻ ഖൽഖിഹി, ജനങ്ങൾക്ക് ഇവൻ്റെ അവസ്ഥ മനസ്സിലാവില്ല. ഇവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരിക്കും. പക്ഷേ ജനങ്ങളെ മുന്നിൽ വന്നും കൊണ്ടിട്ട് വലിയ പ്രകടനങ്ങളൊന്നും നടത്താതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അവസ്ഥയെ ജനങ്ങളിൽ നിന്നും അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ടാവും. വ അസ്ബല അലൈഹി കനഫഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പ്രത്യേകമാവുന്നതായ ഒരു മറ ഇയാളെ മേൽ അള്ളാഹു താത്തിയിട്ടിട്ടുണ്ടാവും. അല്ലാഹു വയുബസ്സിറുഹു ബിഉയൂനി നഫ്സിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വന്തമായി ഉണ്ടാവുന്നതായ സർവ്വ ഉയൂബുകളെയും അവനക്ക് കാണിച്ചു കൊടുക്കും. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. അതനുസരിച്ച് അവൻ ഉയർന്ന് വലിയ മനുഷ്യനായിത്തീരും. പക്ഷേ ജനങ്ങളെ മുന്നിൽ ആരാണ് ഇയാളെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശത്രു ചെയ്തിരിക്കും. അവർ ജനങ്ങളെ മുന്നിൽ പക്ഷേ പാവങ്ങളായിരിക്കും. ഇതായിരിക്കും മറ്റൊരു വിഭാഗം. നാലാമത്തൊരു വിഭാഗം ആലിമീങ്ങളാവുന്ന നമ്മളോടാണ്. ആ നാലാമത്തൊരു വിഭാഗത്തിനെ പറ്റി മഹാനവരുകൾ വിശേഷിപ്പിച്ചത് അൽ മദ്ഉഉ ഫിൽ മലക്കൂത്തി ബിൽ അളീം, ആലമുൽ മലക്കൂത്തിൽ അളീം എന്ന് വിളിക്കപ്പെടുന്നതായ ഒരു വിഭാഗം. ആലമുൽ മലക്കൂത്തിൽ അവനെപ്പറ്റി അളീം എന്നായിരിക്കും വിളിക്കപ്പെടുക. അങ്ങനത്തെ ഒരു വിഭാഗം. ഏതുപോലെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തഅല്ലമ വ അല്ലമ വ അമില ദുഇയ ഫിൽ മലക്കൂത്തി അളീമ. ഒരാൾ ഇൽമിനെ പഠിച്ചു അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി അതിനെ പഠിപ്പിക്കുകയും ചെയ്തു. ആ ഇൽമിൻ്റെ മുഖ്തദ അനുസരിച്ച് അവൻ അമൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ ദുഇയ ഫിൽ മലക്കൂത്തി അളീമ, മലക്കൂത്തിൽ അവനെ, ആലമുൽ മലക്കൂത്തിൽ അവനെ സംബന്ധിച്ചുള്ള സംബോധന എന്താ? അവനെ പേര് വിളിക്കലെന്താ? അളീം എന്നുള്ള പേരുകൊണ്ടായിരിക്കും വിളിക്കപ്പെടുക. അവനാരാം? വഹുവൽ ആലിമു ബില്ലാഹി വ ആയാത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ സംബന്ധിച്ച് അറിയേണ്ടതുപോലെ അറിഞ്ഞവൻ. വ ആയാത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ സർവ്വ ദൃഷ്ടാന്തങ്ങളെ കൊണ്ടും അറിഞ്ഞവൻ. ഇസ്തൗദ അല്ലാഹു ഖൽബഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിൽ അല്ലാഹു നിക്ഷേപിച്ചു. വറാഇബ ഇൽമിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകക്കാരാവുന്ന അള്ളാഹുവിൻ്റെ ആളുകൾക്ക് നൽകപ്പെടുന്നതായ ഒരീബാവുന്ന ഇൽമുകൾ അവൻ്റെ ഹൃദയം കൊണ്ട് അവനക്ക് ലോകത്തുള്ളതായ എന്ത് വിഷയങ്ങളെ സംബന്ധിച്ചും അവനോട് ചോദിച്ചാൽ ആ വിഷയത്തിന് അവൻ്റെ മുന്നിലല്ലെങ്കിലും അതിനെ സംബന്ധിച്ച് അവൻ്റെ ഹൃദയം കൊണ്ട് നോക്കിക്കൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരം നൽകാൻ പറ്റുന്നതായ ഹൃദയമുള്ളതായ ആളുകൾ. വത്തലഅഹു അലാ അസ്റാരിൻ തവാഹ അൻ ഖൽഖ് അൻ ഗൈരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ളതായ പല സിറുകളും പലരെ തൊട്ടും അല്ലാഹു മറച്ചു വെച്ചിട്ടുണ്ട്. ഈ സിറുകളിലേക്കൊക്കെ ഇത്തിലായി ചെയ്യാൻ അവനക്ക് കഴിയും. കണ്ടില്ലേ, ഉഖ്റവിയായ ആലിമീങ്ങൾ, മഹാന്മാരാവുന്നതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയതായ നമ്മളെ മുൻഗാമികളാവുന്നതായ മഹത്തുക്കളെ പറ്റി പരിശോധിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളാണെങ്കിലും, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദാണെങ്കിലും, ഷെയ്ഖുന ശംസുലമ്മയാണെങ്കിലും, ഇവർക്കൊക്കെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തലഅഹു അലാ അസ്റാരിൻ തവാഹ അൻ ഗൈരിഹി, വേറുള്ളവർക്ക് വെളിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റാത്തതായ ചില ഉലൂമുകൾ, മറ്റുള്ളവരെ തൊട്ട് അല്ലാഹു മറച്ചു വെച്ചതായ ചില സംഗതികൾ,
ആ സംഗതികൾ എന്താണെന്നുള്ളത് അവർക്ക് ആളെ നോക്കിയിട്ടോ ഒരു മനുഷ്യനെ കണ്ടിട്ടാണെങ്കിൽ ആ മനുഷ്യനിൽ അവനെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിക്കുന്ന അതാണ് ഈ ആണിൻ്റെ നുതുഫത്ത് പെണ്ണിൻ്റെ നുതുഫത്തും കൂടി സമ്മിശ്രമായും കൊണ്ട് അത് ഗർഭാശയത്തിലേക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ അവിടെ 40 ദിവസം കഴിഞ്ഞ് പിന്നെ 40 ദിവസം കഴിഞ്ഞ് പിന്നെ 40 ദിവസം കഴിഞ്ഞ് അങ്ങനെ 120 ദിവസം കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അതിനെ റൂഹിനെ അതിൽ നിക്ഷേപിക്കാനുള്ള സമയവും. അപ്പം മലക്ക് വന്ന് ചോദിക്കും, പടച്ച തമ്പുരാനെ, ഇന്നാലിനതായ റഹ്മൽ, ഇന്നാലിനവനെ സൃഷ്ടിക്കപ്പെടാനുള്ളതായ അതിൻ്റെ ബീജം, അതിൽ റൂഹിനെ ഊതേണ്ടതായ റൂഹിനെ നിക്ഷേപിക്കേണ്ടതായ സമയമായിട്ടുണ്ടല്ലോ. അപ്പം മലക്കിനോട് അല്ലാഹു പറയും, അവനിൽ നീ റൂഹ് ഊതിനെ നിക്ഷേപിച്ചോ, അവനെ സംബന്ധിച്ചുള്ള രേഖകളൊക്കെ അവനിൽ നീ തയ്യാർ ചെയ്തോന്ന്, എല്ലാ രേഖകളും. ആ രേഖകൾ തയ്യാർ ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനെ പറ്റിയുള്ള പൂർണ്ണ വിവരം നമ്മളെ ശരീരത്തിൽ രേഖപ്പെടുത്തും. നമുക്ക് എത്ര മക്കളുണ്ടാവും എന്ന് നമ്മളെ ശരീരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. നമ്മൾ എവിടെയൊക്കെ ജോലി ചെയ്യുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മളെ ആയുഷ് എത്രയെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മളോട് ബന്ധപ്പെട്ടതായ സർവ്വസംഗതികളും, നമ്മൾ ആരാണ്, നമ്മൾ ഷഖിയാണോ സഈദാണോ, നമ്മൾ അജലെത്ര, നമ്മളെ റിസ്കിൻ്റെ സ്വഭാവം എങ്ങനെ, നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ സംഗതികളും നമ്മളെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലായിട്ട്, അത് കയ്യിലോ കാലിലോ തലമലോ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മൾ പറയണില്ലേ അവൻ്റെ തലയിലെ വര നല്ല വരയാണ്, മറ്റവൻ്റെ തലയിലെ വര മോശമായി എന്നൊക്കെ പറഞ്ഞില്ലേ? ഈ വര എന്ന് പറഞ്ഞാൽ അന്ന് വരക്കണ വരയാണ്. ഈ വര നോക്കിയിട്ട് ഒരാളെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അവനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഇങ്ങനത്തെ അല്ലാഹുവിൻ്റെ ഉഖ്റവിയായ ആലിമീങ്ങൾക്കേ സാധിക്കുള്ളൂ. അതാണ് ഫറാസത്ത് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ്. നൂറുൻ യുൽഖില്ലാഹു ഫീ ഖുലൂബിൽ മുഅ്മിനീൻ യഖ്ദിഫുല്ലാഹു ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളാവുന്നതായ സ്വാലിഹീങ്ങളാവുന്ന ആളുകളെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കണ പ്രത്യേകമാവുന്ന ഒരു പ്രകാശമാണ്. ആ പ്രകാശം നോക്കിയിട്ട് ദൈവൻ അങ്ങനെയായിരുന്നു. മഹാന്മാരാവുന്ന മശായിഖന്മാരൊക്കെ കണ്ടില്ലേ, ഒരാളെ കണ്ടപ്പോൾ അവൻ ഇന്നവനായിരുന്നു, മറ്റേ ആൾ പറഞ്ഞു അതല്ല ഇന്നവനായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ അവനിലുണ്ടായിരുന്നു എന്നാണ്. അപ്പം ആ നിലക്ക് നോക്കി പറയാൻ പറ്റണ ഈ അസ്റാറുകളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്കെന്താവും വെളിപ്പെടുത്തി കൊടുക്കും. വസ്തഫാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പ്രത്യേകമായും കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും അങ്ങനത്തെ ആലിമ്. വജഅബഹു ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അല്ലാഹുവിലേക്ക് ആകർഷിപ്പിക്കും. വജഅലഹു ദാഇയൻ ലിൽ ഇബാദ്, ഇവനാണ് ജനങ്ങൾക്ക് ദഅവത്ത് ചെയ്യേണ്ട ആൾ, അല്ലാത്ത ആരുമില്ല. അതാണ് നമ്മളൊക്കെ ദഅവത്ത് കൊണ്ട് വേണ്ട ഫലമില്ലാത്തത് എന്തുകൊണ്ടാണ്? ആ ദായിക്ക് ആവശ്യമാവുന്നതായ ഗുണം നമ്മൾക്ക് ഉണ്ടാവണില്ല. ഇവനാണ് യഥാർത്ഥ ദായി. കാരണം അവനാണ് യഥാർത്ഥത്തിൽ അമ്പിയാക്കന്മാർക്കുള്ളതായ വാരിത്ത്. ഈ അവസ്ഥ അമ്പിയാക്കന്മാർക്കുള്ളതാണ്. ആ അമ്പിയാക്കന്മാർക്കുള്ള വറാസത്ത് അവനിക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവൻ ശരിയായ ദായിയാവണമെന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദായിയായും കൊണ്ട് നിശ്ചയിച്ച് ആലമുൽ മലക്കൂത്തിൽ അവരെ അളീമ് എന്ന് വിളിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് ആ വിളിക്കപ്പെടാൻ അർഹതയുള്ളതായ പണ്ഡിതന്മാരാവണം. അതാണ് വജഅലഹു ദാഇയൻ ലിൽ ഇബാദ്, ജനങ്ങൾക്ക് ദായിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിശ്ചയിച്ചു. അല്ലാഹു അവനെ ദായിയായിട്ട് നിശ്ചയിക്കുക മാത്രമല്ല, വജഅലഹു ബദലൻ ലിറുസുലിഹി വ അംബിയാഇഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അംബിയാക്കന്മാർ, അല്ലാഹുവിൻ്റെ മുർസലീങ്ങൾ, അവർക്ക് പകരക്കാരനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ചു. അങ്ങനെ ഈ ഒരു അവസ്ഥ പണ്ഡിതന്മാർക്ക് ഉണ്ടായിത്തീർന്നു. വഹാദിഹിൽ ഗായത്തുൽ ഖുസ്വാ ഫീ ബനി ആദം, ഒരു മനുഷ്യനിൽ അവന് ഉയർന്ന് എത്താൻ പറ്റുന്നതായ ഏറ്റവും വലിയ ഉയർച്ച ഇതാണെന്നാണ് ബഹുമാനപ്പെട്ടവർ. ഒരു ആലിമാവുമ്പോൾ ആ ആലിമിൽ ആ ഇൽമിനോടുകൂടെ ആ ഇൽമിൻ്റെ മുക്തതനുസരിച്ചുള്ള അമലുണ്ടായിത്തീരുക. അതല്ലേ പഴയ കാലത്തുള്ള ആലിമ്യങ്ങളൊക്കെ വാങ്ങ് കൊടുക്കണതിന് മുമ്പ് അവർ ഒതുണ്ടാക്കി തയ്യാർ ചെയ്ത് നിൽക്കും നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. മിസ്വാക്ക് ചെയ്യേണ്ട സമയത്തൊക്കെ അവർ മിസ്വാക്ക് ചെയ്യും. അവർ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടതായ സംഗതികളൊക്കെ അവർ ശ്രദ്ധിക്കും. ഇന്ന് നമ്മളൊക്കെ അവിടെ നിന്നൊക്കെ എത്രയോ അകന്നു പോയി. നമ്മൾ വാങ്ങ് കൊടുത്തതിൻ്റെ ശേഷം നിസ്കരിച്ചില്ല, നമ്മൾ ഖളാഇന് മുമ്പ് നിസ്കരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫളീലത്തുൽ വഖ്തൊക്കെ ഇന്നിപ്പോൾ നമ്മളെ അടുത്തൊന്നുമില്ല. അധിക പള്ളിയിലും ജുമാൻ്റെ മുമ്പ് ഖുത്ബാൻ്റെ മുമ്പായിട്ടൊരു പ്രസംഗം നടക്കണത്. ഞാൻ കഴിഞ്ഞ ആഴ്ച വയനാട്ടിൽ ചെന്നപ്പോൾ അവിടെ ജുമാൻ്റെ മുമ്പ് പ്രസംഗം നടക്കണ ഒരു സ്ഥലത്തിലാണ് കൽപ്പറ്റ. അപ്പോൾ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഏതായാലും തങ്ങൾ വരുന്നോണ്ട് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങനെ പ്രസംഗം ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും അവിടെ പ്രസംഗം ചെയ്തിട്ടില്ല. അതിൻ്റെ ശേഷം ഞാൻ അവിടുന്ന് പറഞ്ഞു, ഓരോ നിസ്കാരത്തിനും ഫളീലത്തിൻ്റെ വക്തുണ്ടാവും, ഇഖ്തിയാറിൻ്റെ വക്തുണ്ടാവും. ചില നിസ്കാരത്തിനിക്ക് ളുർവത്തിൻ്റെ വക്തുണ്ടാവും, ചിലതിനിക്ക് ഹറാമിൻ്റെ വക്തുണ്ട്, ചിലതിനിക്ക് കറാഹത്തിൻ്റെ വക്തുണ്ട്, ചിലതിനിക്ക് ഉദുറിൻ്റെ വക്തുണ്ട്. ഇങ്ങനെ പല വക്തുകളുമാണ്.
അപ്പോൾ ഫളീലത്തിൻ്റെ വക്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജുമാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫളീലത്തിൻ്റെ വക്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് കൊടുത്ത് ജുമാൻ്റെ മുമ്പുള്ളതായ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇമാമ് ഖുത്ബ ഓതാൻ വേണ്ടി കയറുക. ഇമാമ് ഖുത്ബ ഓതാൻ ഈ ഒരു ഖസീറത്തൈനിയാവുന്ന 2 ഖുത്ബ കഴിഞ്ഞ് ഇമാമ് നിസ്കരിക്കും ചെയ്യുക. ആ നിസ്കരിക്കും ചെയ്താൽ അപ്പം ഫളീലത്തിൻ്റെ വക്തിലാവും ആ നിസ്കാരം ബാക്കിയാവുന്നത്. അപ്പോൾ അത് ഓരോ നിസ്കാരത്തിനെ സംബന്ധിച്ചും അപ്പോൾ ജുമാ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഫളീലത്തുള്ള നിസ്കാരമാണ്. ജുമാക്ക് വേണ്ടി മഹാന്മാരൊക്കെ ജുമാൻ്റെ തലേ ദിവസം മുതൽ തന്നെ തയ്യാറെടുക്കലുണ്ടായിരുന്നല്ലേ. വ്യാഴാഴ്ചയൊക്കെ ദർസ് ഉച്ചക്ക് 10 മണി വരെ അന്ന് ഉണ്ടാവുള്ളൂ. 10 മണി കഴിഞ്ഞാൽ പഴയ ഉഹ്റവിയായ അലിമ്യങ്ങളൊക്കെ ദർസ് നിർത്തി നാട്ടിൽ പോവുക, അല്ലെങ്കിൽ ജുമാക്ക് പിറ്റേന്ന് ചെയ്യാനുള്ള നഖം മുറിക്കലോ കുപ്പായ അലക്കലോ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കലെന്നുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ ജുമാനെ അതിൻ്റെ അവ്വല് വക്തിൽ ബാക്കിയാക്കാതെ അതിനെ കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയി ആക്കുക എന്നുള്ളത് അത് ശരിയല്ല. അപ്പോൾ പഴയ കാലത്തുള്ള ആലിമീങ്ങൾ അവരിവിടെ തുടർന്നു പോകുന്നതായ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ അത് ആ ചര്യകളും അവർക്കുള്ളതായ ആ അവരിതൊക്കെ ശരിക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്തവരാണ്. നമ്മളെ മാതിരിക്കല്ല. എന്തെങ്കിലും ഒരു വിഷയം കാണുമ്പോൾ എന്താ ജുമാൻ പ്രസംഗിച്ചാൽ തെറ്റെന്ന് ചില ആളുകൾക്ക് തോന്നും. പ്രസംഗിച്ചാൽ തെറ്റൊന്നുമില്ല, പ്രസംഗിച്ചാൽ മനസ്സിലായില്ലേ. അത് ചിലപ്പോൾ അത് തെറ്റായി മാറും, ചിലപ്പോൾ അത് ഹറാമായി മാറും, ചിലപ്പോൾ കറാഹത്തായി മാറും, ചിലപ്പോൾ ഖിലാഫുൽ ഔലായി മാറും. അപ്പോൾ ഏതായാലും അത് വൈരിഹി ഹറാമാവുന്നതായ ഒരു സംഗതിയാണ്. ലിദാത്തിഹി അത് കറാഹത്തുമാണ് ആ സംഗതി. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി, അല്ലെങ്കിൽ അത് ഏതായാലും ഖിലാഫുൽ ഔലയാണെന്നുള്ളതിൽ ആർക്കും തർക്കമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഖിലാഫുൽ ഔലിയാവുന്ന ഒരു സംഗതിയിൽ അവിടെ കൊണ്ടുവന്നിട്ട് ഇത് പഴയ കാലത്തുള്ള ആലിമീങ്ങൾ ചെയ്യാത്തതാണ്. അവർക്ക് ആ ജുമാൻ്റെ മുമ്പുള്ള അതേമാതിരി തന്നെ ഇപ്പോൾ ഒരു വിഷയമാണ് പെരുന്നാളിൻ്റെ ഖുത്ബ അത് അറബി അല്ലാത്ത ഭാഷയിലായിക്കൂടെ. അങ്ങനെ ആരോ ചിലർ പ്രസംഗിച്ചു, എന്നിട്ട് അതിന് ന്യായീകരണം കണ്ടെത്തി ചില ആളുകൾ എന്നൊക്കെ പറയപ്പെടുന്നതായ ചില വിഷയങ്ങളൊക്കെ നമ്മളെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട്. പെരുന്നാളിൻ്റെ ഖുത്ബയാണെങ്കിലും മശ്രൂഅത്തായ ഖുത്ബയാണെങ്കിലും പെരുന്നാളിൻ്റെ ഖുത്ബയിലും അത് സുന്നത്തായി പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ലാബുദ്ദ ഫി സുന്നിയത്ത്, അത് സുന്നത്തായി പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അറബിയത്ത് വേണോ വേണ്ടേ എന്നുള്ളതിൽ ഇമാം റംലി തങ്ങളും ഇമാം ഇബ്നു ഹജർ തങ്ങളും തമ്മിലും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ്. പക്ഷേ അതിൻ്റെ കമാലിനിക്ക് ഏതായാലും അറബിയത്ത് വേണമെന്നാണ്. അപ്പോൾ ആ നിലക്ക് പെരുന്നാൾ ഖുത്ബയാണെങ്കിലും അതിൻ്റെ കമാലിയത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായപ്രകാരം ഇമാം റംലി തങ്ങളുടെ അഭിപ്രായപ്രകാരം അത് സുന്നത്തായി കൊണ്ട് കെട്ടുവേണമെന്നുണ്ടെങ്കിലും അതിൽ അറബിയത്ത് ആവശ്യമാണ്. അപ്പോൾ ആ നിലക്കുള്ള സംഗതികളൊക്കെ അതിൻ്റെ തഹ്ഖീഖ് പോലെ മനസ്സിലാക്കാതെ വിഷയങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പൂർവികരാവുന്ന മഹത്തുക്കളാവുന്ന നമ്മളെ പണ്ഡിതന്മാർ അവരിവിടെ തുറന്നു പോകുന്നതായ ഒരു സ്വഭാവം, ആ സ്വഭാവത്തിൽ കൂടി മാത്രം നടത്തിയാൽ മതി. പിന്നെ അതല്ലാത്ത നിലക്കുള്ളതായ മറ്റൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്നതായ അബദ്ധങ്ങളും അതുകൊണ്ടുണ്ടാകുന്നതായ അപകടങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ കൂടിയതായ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കയ്യിലേൽപ്പിക്കപ്പെട്ടതായ ഈ ഉത്തരവാദിത്വം ഒരു കുട്ടിനെ ശരിയായ നിലക്ക് വളർത്തിക്കൊണ്ടുവരിക, അതാണ് ഉത്തരവാദിത്വം. എനിക്കറിയാം, ഞങ്ങളൊക്കെ മദ്രസ പഠിച്ചിരുന്ന കാലത്ത് ബഹുമാനപ്പെട്ട കണ്ണമംഗലം പി കുഞ്ഞു മുഹമ്മദ് ഉസ്ലിയാർ സമസ്തൻ്റെ പിന്നീട് മുഫത്തീഷൊക്കെ ആയിട്ട് മൂപ്പരെന്ന് ഞങ്ങളെ സദർ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മൂപ്പര് ഞങ്ങൾ 1 പഠിക്കുന്ന കാലത്ത് തന്നെ മൂപ്പര് സദറാണെങ്കിലും 1 വരും, ഞങ്ങൾക്ക് കുറേ ഉപദേശങ്ങൾ ചെയ്യും. അങ്ങനെ 2 പഠിക്കുന്ന കാലത്ത് 2 വരും. അപ്പോൾ അന്ന് 5 വരെ ഞങ്ങളെ മദ്രസയിൽ ഉള്ളായിരുന്നു. മൂപ്പര് വന്നപ്പോഴാണ് വാപ്പാനോടൊക്കെ പറഞ്ഞിട്ട് ഡെസ്കൊക്കെ വേണമെന്ന് പറഞ്ഞ് മദ്രസയിൽ ഡെസ്കൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഓരോ ക്ലാസ്സിലും ഞങ്ങൾ 5 വരെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഓരോ ക്ലാസ്സിലും മൂപ്പര് ചെയ്യേണ്ടതായ കുറേ ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളൊക്കെ നമ്മളൊക്കെ ജീവിതത്തിൽ ഇന്നും അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. എന്നതുപോലുള്ളതായ ഉപദേശങ്ങളൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് ഓരോ സദറന്മാരും ഓരോ ക്ലാസ്സിലും ആ ഉപദേശങ്ങളൊക്കെ ചെയ്ത്, പൊതുവായ ഉപദേശങ്ങളൊക്കെ ചെയ്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടുള്ളതായ ആ ശക്തമായ ബന്ധം അത് കുട്ടികളെ ഹൃദയത്തിലൊക്കെ ഉണ്ടാക്കി തീർത്ത് വിദേഹത്തിൻ്റെ ആശയക്കാരുള്ളതായ എല്ലാ നിലക്കുള്ളതായ എതിർപ്പുകളും അത് ശരിക്കും മനസ്സിലാക്കി കൊടുത്ത് കുട്ടികളെ ശരിയായ സുന്നികളാവുന്ന മക്കളാക്കി തീർക്കാനും, ബഹുമാനിക്കപ്പെട്ടതായ ശരിയായ ഒരു സുന്നിയാണെങ്കിൽ അവൻ ബഹുമാനിക്കപ്പെടേണ്ട എല്ലാത്തിനെയും ബഹുമാനിക്കും, ആദരിക്കപ്പെടേണ്ട എല്ലാത്തിനെയും ആദരിക്കും. ഈ നിലക്കുള്ള അദബും മര്യാദയും പൊരുത്തമൊക്കെ ഉള്ള മക്കളാക്കി തീർക്കണം. അതിന് വേണ്ടതായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിട്ട് ഒരു നല്ല ഒരു സമൂഹത്തിന് അവിടെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.